അപ്പോൾ ഈ പറയുന്നൊരു ശാന്തിഗ്രാമിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് എന്റെ ഉള്ളിൽ ശാന്തി പടർന്ന ഒരു സ്ഥലമാണ്. എന്റെ ഉള്ളിൽ ശാന്തി പടർന്ന് പറയുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലും ശാന്തി പടർന്നത് തുല്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാവർക്കും ശാന്തി സമാധാനം നൽകണമെന്നാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്റെ ആഗ്രഹവും. അപ്പൊ ഈ ആഗ്രഹം തന്നെ നിൽക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ. അപ്പോൾ ഇതെല്ലാവരും ഒരുമിച്ചായപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, സമസ്ത പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വെക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ പറയുന്ന 5% ഉള്ളത് 800 കോടിയിൽ 5%, വളരെ കുറച്ചാണ്, പക്ഷെ വളരെ പവർഫുൾ തന്നെയാണ് അവര്. അപ്പോൾ അവരെന്റെ അടുത്തേക്ക് വരുന്നതാണ്. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം എന്റെ ആയില്ലേ, കലിയുഗം എന്റെ ആയി, ഈ പറയുന്ന വിഷ്ണുയുഗം ആരംഭിച്ചു, സമസ്ത പ്രപഞ്ചത്തിന് സന്തോഷം സമാധാനം ആരോഗ്യം എല്ലാം നൽകണം. ഈ പറയുന്ന പണത്തിന്റെ ഒരു എല്ലാവരും തുല്യമാവുന്ന ഒരു അവസ്ഥ വന്നെ ഇവിടെ. അപ്പൊ ആ ഒരു അവസ്ഥ തന്നെയാണ് സ്വർഗത്തിന് തുല്യം തന്നെ. അപ്പൊ ആ ഒരു സ്വർഗതുല്യമായ ഒരു കാര്യം ഇവിടെ ഞാൻ കൊണ്ടുവരും. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതായത് ശരീരം സംരക്ഷിക്കുന്നു, ശരീരം സുരക്ഷിതമാക്കുന്നു, സമാധാനം സന്തോഷം കൊടുക്കുന്നു, സ്വന്തം വീട്ടിൽ തന്നെയുള്ള ഒരു ജീവിതം, സമാധാനം അല്ലേ, കുഞ്ഞുങ്ങളെയൊന്നും പിരിയാത്തൊരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്നെ. പിന്നെ നമ്മുടെ ലോ, ആ ഒരു വിഡിത്തരമായ ലോ മാറ്റം. ഇതാണ് നമ്മുടെ ജയിലിലെ അവസ്ഥ. അതായത് ഇക്വാലിറ്റിയും കാര്യമൊന്നുമില്ല. വില്ലത്തികളായ പെണ്ണുങ്ങളെല്ലാം വില്ലത്തികളായി മാറിക്കഴിഞ്ഞു. അതായത് അവർ കൊന്നും കൊലവിളിച്ചും പീഡിപ്പിച്ചും കുഞ്ഞിനെ എറിഞ്ഞു കൊന്നും അങ്ങനെയെല്ലാം മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും പാവങ്ങളായ ആണുങ്ങളായിട്ടുള്ള ഇക്വാലിറ്റി ഇല്ല. ആ പറയുന്ന പഴയ ഓർഡർ. അപ്പൊ ആ ഒരു വിഡിത്തരം എല്ലാം കഴിയുമായില്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ആണെങ്കിൽ ഇതെല്ലാം മാറും. കാരണം ഇത് ഇങ്ങനെ തന്നെയാണ് എത്തിക്കഴിഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന ജനാധിപത്യം ആണെങ്കിലും ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഇതെല്ലാം പണ്ട് മുതലേ ഇങ്ങനെ മാറി 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 വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതും മാറേണ്ട സമയത്ത് ഓക്കെ, അതായത് ഇതും മാറേണ്ട സമയത്ത്. അപ്പൊ കേൾക്കുമ്പോൾ വളരെ പ്രശ്നമായിട്ട് തോന്നും. പക്ഷെ ഈ സതിയും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന കാര്യങ്ങളാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ചാടി ഓടി അതിലേക്ക് ചാടുന്നതും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് ഇതെല്ലാം സസ്പെൻസ് ആയിട്ട് കാണുക. കാരണം ഈ പറയുന്ന 95% ആൾക്കാർക്ക് അണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാനുള്ള അധികാരമേ ഉള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾ 95-ലാണോ 5-ലാണോ എന്ന്. പക്ഷെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്, സമസ്ത പ്രപഞ്ചത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് വിഷ്ണു എന്നുള്ള എന്റെ തീരുമാനം നടക്കുന്നതാണ്. കാരണം എന്റെ ഒപ്പം ഉള്ള ഈ സമസ്ത പ്രപഞ്ചം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈശ്വരമായ സമ്പത്തും എനിക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ഈസിലി അലൈനാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞേക്കുന്ന ഒരുപാട് പേർക്ക് ഉള്ളിൽ കൊള്ളുണ്ടാവും, ഉള്ളിൽ കൊള്ളാതിരുന്നിട്ടുണ്ടാവും. അപ്പൊ കൊള്ളണവർക്കൊക്കെ കൊണ്ടിട്ട് മാറാം, കൺവേർട്ട് ആവാം. ഓക്കെ, പറയുന്നത് ശരിയാണ്, മാറണം, ചിന്തിക്കണം, പോരാടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെല്ലാം ആ ഒരു 5% കൺവേർട്ട് ആവുന്നതാണ്. അല്ലാത്ത ആൾക്കാർ ആ ഒരു 95% അവർ പുഴുവായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. പക്ഷെ അവർ പുഴുക്കളുടെ ഭാവിയും ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈസിലി തന്നെ അലൈൻഡ്. അപ്പൊ ഇതിനുള്ള എല്ലാവിധ പദ്ധതിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന അലോപ്പതിനെ കൺവേർട്ട് ചെയ്യണതാണെങ്കിലും ഈ പറയുന്ന ഹെൽത്തി ഫുഡ്, ഹെൽത്തി വായു, ഇതെല്ലാം കൊടുക്കുമ്പോൾ എല്ലാം ശുഭമാവുന്നതാണ്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, വേദങ്ങൾ, ഉപനിഷത്തുകൾ. അപ്പൊ ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രാചീനമായ കാര്യങ്ങൾ. ഇതെല്ലാം അവർ കഴുകി മാറ്റിയതാണ്. അപ്പൊ രണ്ടാമത് ഞാൻ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഞാൻ കളർ അടിക്കുന്നില്ല, അവർ കഴുകി മാറ്റിയതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ എന്നെ കൊണ്ട് അത് കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ലക്ഷ്യം തന്നെ. സമസ്ത പ്രപഞ്ചത്തിനും ആ ഒരു ശുദ്ധമായ ജ്ഞാനോ അറിവും എല്ലാം കൊടുത്ത് ജാതിഭേദവും മതവിദ്വേഷവും ഒന്നും ഇല്ലാത്തൊരു നാട് ഇവിടെ വന്നു അല്ലേ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല, എല്ലാം ജീവജാലങ്ങളും മനുഷ്യരും പ്രകൃതിയും ഒക്കെ ആയിട്ട് ഒരു സ്വർഗരാജ്യം, സമസ്ത പ്രപഞ്ചവും പരമാത്മാവിന്റെ അംശമെന്ന് അറിയുന്ന ആ ഒരു പരിശുദ്ധമായ ലോകം വരുന്നതാണ്. ഓക്കെ.